ഭാരതപ്പുഴയിലെ ത്രാങ്ങാലി അടിയണ പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർഷകൻ. 2018 പ്രളയത്തിൽ അടിയണ തകർന്നതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല. ഫണ്ടില്ലെന്ന് പറഞ്ഞ ജലസേചന വകുപ്പ് ഉൾപ്പെടെ കർഷകരുടെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഷൊർണൂർ നഗരസഭയിലെ കാരക്കാട് പാടശേഖര സമിതിയിലേക്കും വാണിയകുളം ഗ്രാമപഞ്ചായത്ത് ത്രാങ്ങാലി പാടശേഖരത്തിലേക്കും കൃഷി ആവശ്യത്തിന് വെള്ളം ശേഖരിച്ചിരുന്നത് ഭാരതപ്പുഴയിലെ ത്രാങ്ങാലി അടിയണയിൽ നിന്നാണ്. 2000-ൽ നിർമ്മിച്ച അടിയണ 2018-ലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നു. പിന്നീട് ഓരോ മഴക്കാലത്തും മണ്ണടിഞ്ഞ് അടിയണ പൂർണ്ണമായും ഉപയോഗശൂന്യമാവുകയായിരുന്നു. ഇതോടെ സമീപത്തെ പാടശേഖരങ്ങളിലെ കൃഷി പ്രതിസന്ധിയിലായി. വെള്ളം ലഭിക്കാതായതോടെ പാടശേഖരങ്ങൾ വരണ്ടുണങ്ങാനും തുടങ്ങി. ഇറിഗേഷൻ അധികാരികളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കർഷക കൂട്ടായ്മയിൽ ചെയ്യുന്ന ഇത്രയും വലിയ സംഖ്യ ഏകദേശം ഒരു 1 ലക്ഷത്തോളം ഒക്കെ ചിലവ് വരും വെള്ളം തിരിമാറ്റിക്കൊണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്തു തരണം. അല്ലാത്ത വർഷം കാരക്കാട് ത്രാങ്ങാലി ഭാഗത്ത് നെൽകൃഷി 2 മുള കൃഷി ഉണ്ടാവും. വലിയ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട്. കഴിഞ്ഞ വർഷം തന്നെ കർഷകർ 10-40 രൂപ ചിലവാക്കിയിട്ടാണ് ഇവിടെ മണൽച്ചിട്ട മാറ്റിയത്. അപ്പോൾ ഈ വർഷം അതിനെ വളരെ ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ത്രാങ്ങാലി അടിയണ സ്ഥിരം തടയണമായി മാറ്റണം എന്നാണ് ഞങ്ങളുടെ കർഷകരുടെ ആവശ്യം. നവകേരള സദസ്സിലും ജലസേചന വകുപ്പ് മന്ത്രിക്കും ഷൊർണൂർ MLA-ക്കും ഉൾപ്പെടെ കർഷകർ അടിയണ പുനർനിർമ്മിക്കാൻ പരാതി നൽകിയിരുന്നു. അടിയണയുടെ നിർമ്മാണം ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചായതിനാൽ നവീകരണത്തിന് ഫണ്ട് അനുവദിക്കാൻ ആവില്ലെന്നായിരുന്നു ജലസേചന വകുപ്പിന്റെ മറുപടി. അധികൃതർ അനാസ്ഥ തുടർന്നതോടെ കർഷകരുടെ പ്രതിസന്ധി അനന്തമായി നീളുകയാണ്. മീഡിയ 1 പാലക്കാട്.